ഓക്കെ, ഇവിടെ ഞാൻ 3 ആംഗിൾസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു θ1 ഉണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ നമുക്ക് θ2 മാർക്ക് ചെയ്യാം. അതേപോലെ ഒരു θ3 മാർക്ക് ചെയ്യാം ഉണ്ടല്ലോ. ഇവിടെ ശ്രദ്ധിച്ചാൽ ഇവിടെ B1 B2 B3. B1 എന്നാൽ വരയുടെ B1 എന്ന ആ ആൽഫ പാർട്ടികൾ ഇങ്ങനെ വരുന്നു, ഇവനിങ്ങനെ പോവേണ്ടതായിരുന്നു, ഇവനിങ്ങനെ ഡിഫ്ലക്ട് ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ θ1 എന്ന ആംഗിൾ ഇവൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇനിഷ്യലി ഇവൻ അല്ലെങ്കിൽ നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ലൈനും അവൻ്റെ ഇനിഷ്യൽ വെലോസിറ്റിയും തമ്മിലുള്ള ഇതാണ് നമ്മൾ B1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത് അതുപോലെ നമ്മൾ B2 മാർക്ക് ചെയ്തിരിക്കുന്നു, അവനിങ്ങനെ പോവേണ്ടതായിരുന്നു, ഇങ്ങനെയാണ് പോയത്. സോ അവരുടെ θ2 മാർക്ക് ചെയ്യുന്നു. അതേപോലെ B3 മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ പറയാം, B1 B2 B3 കൂടെ സൈസ് കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് വലുത്, ആരാണ് ചെറുത്? B1 B2 B3 സൈസ് എങ്ങനെ കമ്പയർ ചെയ്യാം? B3 ഗ്രേറ്റർ ദാൻ B2 ഗ്രേറ്റർ ദാൻ B1 ആണ് അല്ലേ? അങ്ങനെ വരുമ്പോൾ θ1 θ2 θ3 എങ്ങനെ എഴുതാം? ആരാണ് വലുത്? θ1 ആണോ θ2 ആണോ θ3 ആണോ വലുത്? θ1 ആണ് വലുത്. അപ്പം പക്ഷേ ഇപ്പം നമുക്ക് B1 ഗ്രേറ്റർ ദാൻ B2 ഗ്രേറ്റർ ദാൻ B3 ആയിരുന്നു. പക്ഷേ തീറ്റയുടെ കേസ് വരുമ്പോഴേക്കും എങ്ങനെ വരും? θ1 ഗ്രേറ്റർ ദാൻ θ2 ഗ്രേറ്റർ ദാൻ θ3 എന്നാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം B കൂടിയാൽ തീറ്റ എന്ത് സംഭവിക്കും? B കൂടിയാൽ തീറ്റ കുറയും അല്ലേ? അല്ലെങ്കിൽ B കുറഞ്ഞാൽ തീറ്റ കൂടും. ഓക്കെ, അതായത് ഇമ്പാക്ട് പാരാമീറ്റർ കുറഞ്ഞാൽ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ, അതിൽ തീറ്റ എന്താണെന്ന് എഴുതിക്കോട്ടെ. തീറ്റ ഇസ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. B എന്താണെന്ന് അറിയാമല്ലോ, ബീനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. B ഇസ് ഇമ്പാക്ട് പാരാമീറ്റർ. മറ്റേതുകൂടെ എഴുതിയേക്കുക. അതായത് ഇഫ് B 0 ആണെങ്കിൽ if B is 0 തീറ്റ is equal to 180 ഡിഗ്രി. നേരെ അതേ ന്യൂക്ലിയസിൻ്റെ അതേ ലൈനിലൂടെ തന്നെ ആൽഫ പാർട്ടിക്കിൾ വന്നാൽ അതേ ട്രാക്ക് തന്നെ ട്രേസ് ചെയ്ത് ആര് തിരിച്ചു പോകും? ആൽഫ പാർട്ടിക്കിൾ തിരിച്ചു പോകുന്നു. അങ്ങനെ വരുമ്പോൾ തീറ്റ എത്രയാണ്? 180 ഡിഗ്രിയാണ്. സോ ഇഫ് B is equal to 0 തീറ്റ is equal to 180 ഡിഗ്രി. അതെഴുതിയില്ലേ? അതെഴുത്. B3 ഗ്രേറ്റർ ദാൻ B2 ഗ്രേറ്റർ ദാൻ B1, θ1 ഗ്രേറ്റർ ദാൻ θ2 ഗ്രേറ്റർ ദാൻ θ3. അതൊക്കെ എഴുതിക്കും. അതായത് ബാക്കി ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ടെക്സ്റ്റിൽ വേർഡ്സ് ആയിട്ട് എഴുതിയിരിക്കുന്നു. മാത്രമല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പാക്ട് പാരാമീറ്റർ എന്താണ്? ഇമ്പാക്ട് പാരാമീറ്റർ ഇസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി വെക്ടർ ഓഫ് ദി പാർട്ടിക്കിൾ ഫ്രം ദ സെൻറ്റർ ഓഫ് ദി ന്യൂക്ലിയസ്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഓൾ ദ പാർട്ടിക്കിൾസ് ഹാവ് നിയർലി ദ സെയിം കൈൻഡ് എനർജി. എനർജിയിലേക്ക് നമുക്ക് വരാം. നമ്മൾ എനർജി പറഞ്ഞായിരുന്നു, എത്രയെന്ന് ഓർമ്മയുണ്ടോ? എത്ര മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് പറഞ്ഞത് ആൽഫ പാർട്ടിക്കിളിൻ്റെ? 5.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജിയുള്ള ആൽഫ പാർട്ടിക്കിൾസ് ആണ് നമ്മൾ ഗോൾഡ് ഫോയിൽ കൊണ്ട് ബോംബാർഡ് ചെയ്യിച്ചത്. ഓക്കെ, അപ്പം ഈ വരുന്ന ആൽഫ പാർട്ടിക്കിൾസിന് എല്ലാത്തിനും ഏറെക്കുറെ സെയിം എനർജി തന്നെയാണ്. അതാണ് ഓൾ പാർട്ടിക്കിൾസ് ഹാവ് നിയർലി സെയിം ദാറ്റ് ആൽഫ പാർട്ടിക്കിൾ ക്ലോസ് ടു ദി ന്യൂക്ലിയസ് ഉണ്ടല്ലോ. ആൽഫ പാർട്ടിക്കിൾ ക്ലോസ് ടു ദി ന്യൂക്ലിയസ് അല്ലെങ്കിൽ സ്മോൾ ഇമ്പാക്ട് പാരാമീറ്റർ ഉണ്ടോ? അതായത് ആ ആൽഫ പാർട്ടിക്കിൾ, ഏത് ആൽഫ പാർട്ടിക്കിളാണോ ന്യൂക്ലിയസിനോട് അടുത്ത് വരുന്നത്, ക്ലോസ് ടു ദ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഇമ്പാക്ട് പാരാമീറ്റർ കുറവാർക്കാണോ അവർക്ക് ദേ സഫർ ലാർജ് സ്കാറ്ററിങ്, അവർക്ക് ഡിഫ്ലക്ഷൻ കൂടുതലായിരിക്കും. ഇൻ കേസ് ഓഫ് ഹെഡ് ഓൺ ഹെഡ് കൊളിഷൻ ദ ഇമ്പാക്ട് പാരാമീറ്റർ ഇസ് മിനിമം. ഹെഡ് ഓൺ കൊളിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നേരെ വന്നിരിക്കുന്ന കേസിനാണ് നമ്മൾ ഹെഡ് ഓൺ കൊളിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഹെഡ് ഓൺ കൊളിഷനിലാണ് B മിനിമം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ബീനെ നമുക്ക് എന്ത് വിളിക്കാം? 0 എന്ന് വിളിക്കാം. അതാണ് ഫോർ ഹെഡ് ഓൺ കൊളിഷൻ ദ ഇമ്പാക്ട് പാരാമീറ്റർ ഇസ് മിനിമം ആൻഡ് ദി ആൽഫ പാർട്ടിക്കിൾ റീബൗണ്ട്സ് ബാക്ക്. ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ഇടിച്ചിട്ട് അതേപോലെ തന്നെ തിരിച്ചു പറയും. അപ്പം B is equal to 0 എന്ന് പറയാതെ ചിലപ്പോൾ അവർ പറയുന്നത് ചിലപ്പം B is മിനിമം എന്ന് പറയാം. ഇമ്പാക്ട് പാരാമീറ്റർ മിനിമം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ അർത്ഥം എന്ത് തന്നെയാണ്? അവിടെ B 0 ആണ്, അല്ലെങ്കിൽ അവിടെ ആ ആൽഫ പാർട്ടിക്കിൾ ഇടിച്ചതിന് ശേഷം എങ്ങോട്ട് പോകും? തിരിച്ചു പോകും. വേർ തീറ്റ ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു പൈ. അപ്പം നമുക്ക് ഈ കേസിൽ B is equal to 0, തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പൈ എന്ന് വിളിക്കുന്നത് അല്ലേ? 180 ഡിഗ്രിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പൈ എന്ന് വിളിക്കും, പൈ റേഡിയൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് എക്സാക്ട്ലി ഈക്വൽ എന്നല്ല, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ എന്നാണ്, മനസ്സിലായി? അത് 180 ഡിഗ്രി ആവാം,
ഓക്കെ. 180 ഡിഗ്രിയോ ചിലപ്പോൾ 170 കൂടുതലാവാം, ചിലപ്പോൾ അതിൽ അങ്ങനെ ആവാം എന്ന രീതിയിലാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇമ്പാക്ട് പാരാമീറ്റർ കുറവാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു എത്ര വരും? 180 ഡിഗ്രി. ഫോർ ലാർജ് ഇമ്പാക്ട് പാരാമീറ്റർ ആൽഫ പാർട്ടിക്കിൾ ഗോസ് നിയർലി അൺഡിവിയേറ്റഡ് ആൻഡ് ഹാസ് സ്മോൾ ഡിഫ്ലക്ഷൻ. എന്താ സംഭവം? ഇമ്പാക്ട് പാരാമീറ്റർ കൂടുതലാണെങ്കിൽ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പോകും, വെറുതെ പോകും അല്ലേ. ദൂരം കൂടുതലാണെങ്കിൽ അവൻ റിഫ്ലക്ഷൻ ഏൽക്കുന്നില്ല, അവൻ നേരെ പോയിക്കൊണ്ടിരിക്കുക. അതാണ്. പിന്നെ only a small fraction of the number of incident particles rebounds back indicates that the number of alpha particles undergoing head-on collision is small. അത് തന്നെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എത്രത്തോളം, അതായത് 90 ഡിഗ്രിയിൽ കൂടുതൽ ഡിഫ്ലക്ഷൻ വരുന്നത് എത്ര നമ്പർ എന്നാണ് പറഞ്ഞത്? ഓർമ്മയുണ്ടോ? 90 ഡിഗ്രിയിൽ കൂടുതൽ ഡിഫ്ലക്ഷൻ വരുന്നത് 0.14 എന്തായിരുന്നു? 0.14% എന്തായിരുന്നു? 1 ഡിഗ്രിയിൽ കൂടുതൽ കുറവ് ഡീവിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് 0.14% എന്ന് പറയുന്നത്. ഗ്രേറ്റർ ദാൻ 1 ഡിഗ്രി ആയിരുന്നു. നമ്മൾ 1 in 8,000 എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? 1 in 8,000 അതാണ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ഡിഫ്ലക്റ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ 8000 പേര് വന്നാൽ അതിൻ്റെ അകത്ത് വെറും ഒരാളാണ് എന്ത് പോകുന്നത്? 90 ഡിഗ്രിയിൽ കൂടുതൽ പോകുന്നത്. നോക്കിയേ, ഇതൊരു 90 ഡിഗ്രിയിൽ കൂടുതലുള്ള ആളാണ് അല്ലേ. അപ്പോൾ തിരിച്ചു പോകുന്നു അതിലും കുറവായിരിക്കത്തില്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ഓൺലി എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഇൻസിഡൻറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് റീബൗണ്ട്സ് ബാക്ക്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ തിരിച്ചു പോകുക എന്ന് പറയുമ്പോഴേക്കും അത് ഹെഡ് ഓൺ കൊളിഷനാണ്, നേരെ വന്നിരിക്കുന്നതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് അണ്ടർ ഹെഡ് ഓൺ കൊളിഷൻ എന്താണ്? ഭയങ്കര ചെറുതാണെന്നാണ് അല്ലേ. നേരെ വന്നിട്ടേ തിരിച്ചു പോകുന്ന ആൾക്കാർ കുറവാണ്. നമ്മൾ പറഞ്ഞു നേരെ വന്നിട്ട് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം? അത് ഹെഡ് ഓൺ കൊളിഷൻ ആയിരിക്കണം അല്ലേ. അപ്പോൾ അതിൻ്റെ എണ്ണം കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹെഡ് ഓൺ കൊളിഷൻ്റെ എണ്ണം കുറവാണെന്നല്ലേ അല്ലേ. അതും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? അങ്ങനെ ഹെഡ് ഓൺ കൊളിഷൻ വരണമെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും പാർട്ടിക്കിൾ വിട്ടിട്ടും ഹെഡ് ഓൺ കൊളിഷൻ കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ പോസിറ്റീവ് ചാർജുള്ള സ്ഥലം കുറവാണെന്നല്ലേ, ചെറുതാണെന്നല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദ മാസ് ആൻഡ് ദ പോസിറ്റീവ് ചാർജ് ഓഫ് ദ ആറ്റം ഇസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ സ്മോൾ വോളിയം. വളരെ ചെറിയൊരു വോളിയത്തിലാണ് ഈ മാസും ചാർജും എന്തിൻ്റെ? ആറ്റത്തിൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് റൂദർഫോർഡ് സ്കാറ്ററിംഗ്. ദെർഫോർ ഇസ് എ പവർഫുൾ വേ ടു ഡിറ്റർമൈൻ ദ അപ്പർ ലിമിറ്റ് ഓഫ് സൈസ് ഓഫ് ദി ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച് ന്യൂക്ലിയസിൻ്റെ സൈസിനെ കുറിച്ചും ആര് പറഞ്ഞു? റൂദർഫോർഡ് പറഞ്ഞു. അപ്പം ഇമ്പാക്ട് പാരാമീറ്റർ വഴി എന്തിലേക്ക് എത്തി? ജസ്റ്റ് ഒരു സൈസിൻ്റെ കാഴ്ചപ്പാടിലേക്ക് ആര് വന്നു? റൂദർഫോർഡ് വന്നു. മനസ്സിലായി? അപ്പോൾ ഇമ്പാക്ട് പാരാമീറ്റർ എന്താണെന്ന് ഓർത്തിരിക്കുക. അതൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അത് കുറയുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? അവിടെ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ കൂടും. മനസ്സിലായി? ഈ ഇമ്പാക്ട് പാരാമീറ്റർ മിനിമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ തിരിച്ചു വരാൻ സാധ്യത കൂടുതലാണ്. മനസ്സിലായി? ആര് ഇടിച്ചിട്ട് തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് അർത്ഥം. അതാണ് ഇമ്പാക്ട് പാരാമീറ്ററിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ.